ഹലോ, ഇന്നത്തെ എൻ്റെ യാത്ര കൊല്ലൂർ ശ്രീ മൂകാംബിക ക്ഷേത്രത്തിലേക്കാണ്. അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. നമുക്ക് മൂകാംബിക ക്ഷേത്രത്തിൽ ഡയറക്റ്റ് ട്രെയിൻ ബുക്ക് ചെയ്ത് പോകാൻ പറ്റും, അതല്ല ബസ്സിൽ പോകാൻ പറ്റും, അല്ല നമുക്ക് പ്രൈവറ്റായിട്ട് വണ്ടി വിളിച്ചും പോകാം. പക്ഷേ ഏറ്റവും സുഖമുള്ളത് ട്രെയിനിൽ പോകുന്നതാണ്. ട്രെയിൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഡയറക്റ്റ് ഇവിടെ നിന്ന് മൂകാംബിക ക്ഷേത്രത്തിൻ്റെ ഏറ്റവും അടുത്തുള്ള റെയിൽവേ സ്റ്റേഷനായ ബൈന്ദൂർ റെയിൽവേ സ്റ്റേഷൻ ഇറങ്ങാൻ വേണ്ടിയിട്ട് ഡയറക്റ്റ് ട്രെയിൻ ഉണ്ട്. ട്രിവാൻഡ്രത്ത് നിന്ന് ഡയറക്റ്റ് ട്രെയിൻ ഉണ്ട്. പക്ഷേ നമുക്ക് ആ ഒരു ട്രെയിൻ നമ്മൾ ബുക്ക് ചെയ്യാൻ പോയ ടൈമിൽ സീറ്റ് ഫില്ലായതുകൊണ്ട് കിട്ടിയില്ല. അപ്പോൾ പകരം നമ്മൾ മലബാർ എക്സ്പ്രസ്, ട്രിവാൻഡ്രം മാംഗ്ലൂർ മലബാർ എക്സ്പ്രസ് ആണ് നമുക്ക് കിട്ടിയത്. അതിൽ നമ്മൾ സ്ലീപ്പർ ബുക്ക് ചെയ്തു. അങ്ങോട്ട് പോകാനും റിട്ടേൺ വരാനും വേണ്ടിയിട്ട് സ്ലീപ്പർ എല്ലാം ബുക്ക് ചെയ്തിട്ടാണ് പോയത്. ട്രെയിനിൻ്റെ മാത്രമല്ല, പോകുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ കൂട്ടി തന്നെ റൂമുകളും ബുക്ക് ചെയ്തിട്ട് വേണം പോകാനായിട്ട്. അവിടെ ചെന്ന് നമ്മൾ റൂം ബുക്ക് ചെയ്യാൻ നിന്നാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും റൂം കണ്ടെത്താൻ. അല്ലെങ്കിൽ ഒരുപാട് ദൂരെയായിരിക്കും നമുക്ക് കിട്ടുന്നത്. ക്ഷേത്രത്തിൻ്റെ അടുത്ത് നമുക്ക് എവിടെയെങ്കിലും റൂം കിട്ടിയാൽ അതാണ് ഏറ്റവും നല്ലത്. നമുക്ക് കിട്ടിയ റൂം തന്നെ നമുക്ക് ആ റൂമിൽ നിന്ന് 10 മിനിറ്റ് നടക്കാവുന്ന അത്ര ദൂരമേ ഉണ്ടായിരുന്നുള്ളൂ നമുക്ക് റൂമിൽ പോകാനായിട്ട്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കണം. ട്രെയിനിലാണെങ്കിലും റൂമിൻ്റെ കാര്യമായാലും നേരത്തെ കൂട്ടി ടിക്കറ്റെല്ലാം ബുക്ക് ചെയ്തിട്ട് തന്നെ പോകണം. എങ്കിലേ നമുക്ക് ആ ഒരു യാത്ര നമുക്ക് സന്തോഷമായിട്ട് പോയിട്ട് വരാൻ പറ്റത്തുള്ളൂ. അപ്പം നമ്മുടെ ട്രെയിനിൻ്റെ ടിക്കറ്റ് തന്നെ നമ്മൾ ഏകദേശം ഒരു 3 മാസം മുന്നേ ബുക്ക് ചെയ്തിട്ടാണ് പോയത്. റൂം 1 മാസം മുന്നേ ബുക്ക് ചെയ്തുകൊണ്ട് അമ്പലത്തിൻ്റെ അടുത്തുള്ളൊരു റൂം തന്നെ നമുക്ക് കിട്ടി. അപ്പം മലബാർ എക്സ്പ്രസ്സിൽ 6:30 നമ്മൾ കയറി. പിറ്റേന്ന് രാവിലെ 10:30 മണിയായപ്പോൾ മാംഗ്ലൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി. അവിടെ നിന്ന് 10 മണിക്കൊരു ബൈന്ദൂർ പോകുന്ന മുരുടേശ്വർ എക്സ്പ്രസ് ഉണ്ട്. ബൈന്ദൂർ ഇറങ്ങാൻ പറ്റുന്ന മുരുടേശ്വർ എക്സ്പ്രസ് ഉണ്ട്. ഈ മുരുടേശ്വർ എക്സ്പ്രസ് 10 മണിക്കാണ്. പക്ഷേ നമുക്ക് എന്തോ ഭാഗ്യം കൊണ്ട് 1 മണിക്കൂർ അത് ഡിലേ ആയിട്ടാണ് വന്നത്. അപ്പം 1 മണിക്കൂർ ഡിലേ ആയിട്ട് വന്ന് നമുക്ക് 10:30 മണിയായപ്പോൾ നമ്മളെ ട്രെയിൻ അവിടെ എത്തി. ഏകദേശം ഒരു 10:45 കഴിഞ്ഞപ്പോഴത്തേക്ക് തന്നെ ഈ ട്രെയിൻ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. നമുക്കതിൽ കയറി ടിക്കറ്റ് എടുത്ത് സീറ്റ് കിട്ടി. നമ്മളിരുന്നു. ബൈന്ദൂർ റെയിൽവേ സ്റ്റേഷൻ എത്തി. ബൈന്ദൂർ റെയിൽവേ സ്റ്റേഷൻ എത്തിക്കഴിഞ്ഞാൽ സ്റ്റേഷൻ്റെ ഫ്രണ്ടിൽ തന്നെ ഇഷ്ടം പോലെ ടാക്സി അവൈലബിൾ ആണ്. അവിടെ ബസ്സിനെക്കാട്ടിയും എനിക്ക് തോന്നുന്നത് ടാക്സിയാണ് കൂടുതൽ ഞാൻ കണ്ടത്. ബസ് സ്റ്റാൻഡുണ്ട്. ബസ് സ്റ്റാൻഡൊക്കെ നമ്മൾ പോകുന്ന വഴിയിൽ കണ്ടെന്നല്ലാതെ ഈ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് അങ്ങനെ ബസ് ഞാൻ കണ്ടില്ല. അപ്പം ടാക്സിയിൽ പോകുന്നതായിരിക്കും ഏറ്റവും നല്ലത്. പക്ഷേ ടാക്സിക്കാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഇവർ റേറ്റ് പറയുന്ന ഒറ്റത്തെ റേറ്റ് ആയിരിക്കും പറയുന്നത്. അപ്പം നമ്മൾ നല്ല രീതിയിൽ തന്നെ ബാർഗെയിൻ ചെയ്ത് അവർ പറയുന്ന റേറ്റ് കുറച്ച് കൊണ്ടുവന്ന് നമുക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള ഒരു ടാക്സി ഡ്രൈവറെ സെലക്ട് ചെയ്തിട്ട് വേണം പോകാനായിട്ട്. അവർ പറയുന്ന റേറ്റിൽ പോകാൻ നിന്നാൽ നമ്മുടെ കയ്യിൽ പൈസ പോകും, അത് തന്നെ മെച്ചം. പക്ഷേ നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ കറക്റ്റ് നമ്മൾ പറയുന്ന ലൊക്കേഷനിൽ കൊണ്ട് നിർത്തി തരും. നമ്മളിപ്പോൾ റൂമൊക്കെ ബുക്ക് ചെയ്തിട്ട് പോയതുകൊണ്ട് നമ്മളെ കറക്റ്റ് റൂമിൻ്റെ ഫ്രണ്ടിൽ കൊണ്ട് ഇറക്കി തന്നു. പോകുന്ന വഴിക്ക് ഇതാണ് അമ്പലം എന്നുള്ളത് അയാൾ പോകുന്ന വഴിക്ക് തന്നെ കാണിച്ചു തന്നു. ഇത്ര ദൂരമേ ഉള്ളൂ എന്നുള്ളത് കാണിച്ചു തന്നു. അപ്പം നമുക്ക് ഏകദേശം ഐഡിയ കിട്ടി, ഇങ്ങനെയാണ് പോകാനുള്ളത്, അമ്പലത്തിൽ നിന്ന് ഇത്ര ദൂരമേ ഉള്ളൂ എന്നൊക്കെ ഉള്ളത് നമുക്ക് ചെന്നപ്പോൾ തന്നെ അത് കണ്ടപ്പോൾ ഒരു സമാധാനം. അപ്പം റൂമിലെത്തി. അവിടെ നിന്ന് ഫുഡെല്ലാം കഴിച്ച് റൂമിൽ നിന്ന് തന്നെ ഫുഡ് കിട്ടി. സത്യം പറഞ്ഞാൽ രാവിലത്തെ കാപ്പി ഒക്കെ ഒരുവിധം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ബ്രെഡൊക്കെ കഴിച്ചിട്ടാണ് പോയത്. അപ്പം വിശന്ന് വലഞ്ഞാണ് ചെന്നപ്പം ഭാഗ്യത്തിന് നമ്മളെ നാട്ടിൽ തന്നെ ഫുഡ് കിട്ടി. കേരളത്തിലെ ഒരു റൂമാണ് നമുക്ക് കിട്ടിയത്. അതുകൊണ്ട് തന്നെ കേരളത്തിൽ നല്ല കുത്തരി ചോറും സാമ്പാറും അച്ചാറും തോരനും എല്ലാം കൂട്ടിയിട്ടൊരു കുഞ്ഞ് സദ്യയല്ല, ഒരു കുഞ്ഞ് ഭക്ഷണം നമുക്ക് കിട്ടി. അത് കഴിച്ച് വയറൊക്കെ നിറഞ്ഞ് നമ്മൾ ഫ്രഷപ്പായിട്ട് ക്ഷേത്രത്തിലോട്ട് പോയി. പോണ വഴിയിലെല്ലാം റൂമുകൾ അവൈലബിൾ ആണ്. പക്ഷേ ഒരിടത്തും അക്കോമഡേറ്റ് ചെയ്യാനുള്ള ഇതില്ല. എല്ലായിടവും ഫുൾ എന്നുള്ള ബോർഡ് ഇങ്ങനെ പുറത്തെഴുതി അവർ വെച്ചിട്ടുണ്ട് ഫുള്ളാണെന്നുള്ളത്. അപ്പോൾ പോകുന്നവരെന്തായാലും റൂം ബുക്ക് ചെയ്യാതെ പോവല്ലേ. പോയി കഴിഞ്ഞാൽ പണി കിട്ടും. നമുക്ക് ദൂരോട്ടായിരിക്കും പിന്നെ റൂം കിട്ടുന്നത്. അപ്പം നമ്മൾ ഏകദേശം ഒരു 4:30 മണിയൊക്കെ ആയപ്പോൾ ക്ഷേത്രത്തിൻ്റെ അടുത്തെത്തി. ക്ഷേത്രത്തിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ വലിയൊരു ക്യൂ ആണ്. നമ്മൾ ചെന്നപ്പോൾ നടപ്പാതയിലൊന്നും ക്യൂ ആയില്ല. നമ്മൾ ഡയറക്റ്റ് ക്ഷേത്രത്തിൻ്റെ അകത്ത ക്യൂവിലാണ് നമ്മൾ നിന്നത്. ക്യൂ എന്ന് പറയുന്ന ഒരു നല്ലൊരു ക്യൂ ആണ്. അത് ക്യൂവിൽ നിന്ന് അവസാനം ഒരു 6:30 മണി, അതായത് ക്ഷേത്രത്തിലെ പൂജയ്ക്ക് ടൈം ആവുന്ന ഒരു ടൈം എത്തിയപ്പോൾ കറക്റ്റ്
നമുക്ക് അകത്ത് കയറാൻ പറ്റി. ആ ഒരു ടൈമിൽ നട അടയ്ക്കണതിന് മുന്നേ തന്നെ നമുക്ക് അതിനകത്ത് കയറി അമ്മയെ കാണാൻ പറ്റി. കണ്ടിട്ട് തൊഴുത് വലം വെച്ച് പുറത്തിറങ്ങിയപ്പോൾ തന്നെ ദേവീനെ പുറത്ത് കൊണ്ടുവന്നു. അപ്പോൾ പുറത്തു നിന്നും കാണാൻ പറ്റി. ഏകദേശം ഒരു 3-4 പ്രാവശ്യം നമ്മൾ അവിടെ നിന്ന് കണ്ടു, പുറത്ത് നിന്ന് തന്നെ അമ്മയെ കണ്ടു, കണ്ണിറച്ച് കണ്ടിട്ട് ഇത് കഴിഞ്ഞ് 8 മണിയാവുമ്പോൾ അവിടെ അന്നദാനമുണ്ട്. അവിടുത്തെ പച്ചരി ചോറും രസവും സാമ്പാറും മോരുകറിയും ചെറിയൊരു തോരനും ഒക്കെ ആയിട്ടുള്ളൊരു കുഞ്ഞ് അന്നദാനമുണ്ട്. ആ അന്നദാനം കഴിക്കാൻ പറ്റിയ ഏറ്റവും നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ പുണ്യം അത് തന്നെയാണെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് ആ ഒരു ഭാഗ്യം ഉണ്ടായി, അന്നദാനം കഴിക്കാൻ പറ്റി. അന്നദാനം കഴിച്ചിട്ട് തിരിച്ചു വന്നപ്പോൾ അമ്മയെ സ്വർണ്ണരഥത്തിൽ എഴുന്നള്ളിക്കുന്നത് കണ്ടു. അപ്പോൾ എല്ലാം കൊണ്ടും അമ്മയെ കണ്ട് കണ്ണും നിറഞ്ഞു മനസ്സും നിറഞ്ഞിട്ടാണ് അവിടെ നിന്ന് തിരിച്ചു വന്നത്. അവിടെ നിന്ന് തിരിച്ചിറങ്ങാൻ നേരത്ത് എനിക്കൊരൊറ്റ പ്രാർത്ഥനയുള്ളായിരുന്നു, അമ്മയെ ഇനിയും കാണാൻ ഇതുപോലെ വരാൻ പറ്റണേ, അമ്മയെ കാണാൻ പറ്റണേ, ഇനിയും എനിക്കിങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടാക്കി തരണേ എന്നുള്ളൊരൊറ്റ പ്രാർത്ഥനയിൽ കണ്ണും മനസ്സും നിറഞ്ഞാണ് ഞാൻ അവിടെ നിന്ന് തിരിച്ചു വന്നത്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി ബാക്കി വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ പറയാമേ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ.